ഈ വട്ടിയൂർക്കാവ് കെ മുരളീധരൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ 30 വോട്ടുകൾക്കാണ് അദ്ദേഹം മുന്നിൽ നിൽക്കുന്നത്. തലസ്ഥാന നഗരിയെ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് CP ജോൺ മുന്നിലാണ്. ഒരു ഘട്ടത്തിൽ നെയ്യാറ്റിൻകരയിൽ K ആൻസലൻ സിറ്റിംഗ് MLA ആണ്, LDFിന്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പിന്നിലേക്ക് പോയിരുന്നു. ഇപ്പോൾ വീണ്ടും തിരിച്ചു വരുന്നു. 429 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിൽ നിൽക്കുന്നു. മറ്റൊന്ന് ഏറ്റവും എടുത്തു പറയേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലം ചവറ കഴിഞ്ഞ തവണ 1000-ൽ പരം വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട ഷിബു ബേബി ജോൺ, അദ്ദേഹം ഇപ്പോൾ 1896 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിലേക്ക് വരുന്നു. കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിന് വലിയ രീതിയിലുള്ള ലീഡ് ഉയർത്താൻ കഴിയുന്നില്ല. 640ഓളം വോട്ട് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷേ പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെ പിന്നിലാക്കിക്കൊണ്ട് ജ്യോതികുമാർ ചാമക്കാല രംഗത്ത് വരിക. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനർ 1962 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. തൃശ്ശൂരിൽ ഗീതാ ഗോപി വലിയ ഒരു പോരാട്ടം നടന്ന 1352 വോട്ടുകൾക്ക് ഗീതാ ഗോപി മുന്നിലെത്തുന്നു. ആറന്മുളയിൽ അബിൻ വർക്കി ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർത്തുകയാണ്. ആദ്യഘട്ടത്തിൽ 100ഓളം ലീഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 1000 കവിഞ്ഞിരിക്കുകയാണ് അബിൻ വർക്കിയുടെ ലീഡ്. തിരുവമ്പാടിയിൽ LDF സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫ് തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തല ഹരിപ്പാട് 4765 ആകുന്ന അദ്ദേഹത്തിന്റെ ലീഡ്. അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു ലീഡ് അദ്ദേഹത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നു. കായംകുളത്ത് U പ്രതിഭയെ പിന്നിലാക്കിക്കൊണ്ട് M ലിജു മുന്നിലേക്ക് വരികയാണ്. മന്ത്രിമാർ പിന്നിൽ നിൽക്കുമ്പോൾ ആശ്വാസമാകുന്നത് സജി ചെറിയാനും P പ്രസാദും ഒക്കെ തന്നെയാണ്. അവരുടെ ഒരു തേരോട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. പാലായിൽ LDF പിന്നിലാണ്. മാണി സി കാപ്പന്റെ ഒരു മുന്നേറ്റമാണ് പാലായിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കായംകുളത്ത് M ലിജു മുന്നിലാണ്. 493 വോട്ടുകൾക്ക് ലിജു മുന്നിലാണ്. കൽപ്പറ്റയിൽ T സിദ്ദിഖ് 4912 വോട്ടുകൾക്ക് മുന്നിൽ. മണർക്കാട് N ഷംസുദ്ദീൻ 3870 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ 1821 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷേ ചരിത്രമാകാൻ പോകുന്ന ഒരു ലീഡ് നിലയിലേക്കാണ് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ പോകുന്നത്. തൃക്കരിപ്പൂരിന്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ 1970 ശേഷം അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ജയിച്ചിട്ടില്ല. ആ ചരിത്രം തകർക്കാൻ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർക്ക് കഴിയുമോ എന്നുള്ളതാണ്. ഇടത് കോട്ടയിലേക്ക് ഒരു വലിയ വിള്ളലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ സൃഷ്ടിച്ചിരിക്കുന്നത്. 1821 വോട്ടുകൾക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിന്നിൽ പോകുന്നു. അബ്ദുൾ റഷീദ് 733 വോട്ടുകൾക്ക് ധർമ്മടത്ത് അബ്ദുൾ റഷീദ് മുന്നിലെത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. 733 വോട്ടുകൾക്ക് പിണറായി വിജയൻ പിന്നിലേക്ക് പോവുകയാണ്. സ്വന്തം തട്ടകത്തിൽ പിണറായി വിജയനെ പിന്നോട്ടടിക്കുന്നു എന്ന് പറയുമ്പോൾ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിട്ട് നിൽക്കുന്നു. അദ്ദേഹം ധർമ്മടത്ത് ഒരിക്കലും രാഷ്ട്രീയ എതിരാളികൾ പോലും വിശ്വസിക്കാതിരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു വലിയ തിരിച്ചടി. നിലവിൽ പിണറായിക്ക് ലീഡില്ല, അദ്ദേഹത്തിന് പിന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ധർമ്മടത്ത് പിന്നിട്ട് നിൽക്കുന്നു.